വളരെ പെട്ടെന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി പറയുന്നു MSC Elsa 3 എന്നാണ് ഈ കപ്പലിന്റെ പേര്. ദ കറന്റ് പൊസിഷൻ ഓഫ് MSC 3 ഈസ് ഇൻ ദി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് റിപ്പോർട്ടഡ് 19 hours ago ബൈ AS എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അത് കൊച്ചിൻ പോർട്ടിലേക്കാണ്, കൊച്ചിൻ തുറമുഖത്തേക്കാണ് വരുന്നത് എന്നാണ് ഈ വെസൽ ഫൈൻഡിൽ കാണിക്കുന്നത്. 4:30 ഏറ്റവും ഒടുവിൽ അതിന്റെ പൊസിഷൻ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. കൃത്യമായിട്ട് തന്നെ അതെന്താണെന്ന് കാണിക്കുന്നുണ്ട്. അത് കൊച്ചിനിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം മെയ് 24 ഇന്ന് 4:30 ആണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷനിങ് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ പറയുന്നത് പോലെ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അറബിക്കടലിൽ തന്നെയാണ് അതിന്റെ പൊസിഷൻ കാണിക്കുന്നത്. പക്ഷേ ചില ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഈ വെസലാണ്, ഈ കണ്ടെയ്നർ വെസലാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ലൈബീരിയയുടെ പതാക വഹിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നർ ഷിപ്പാണെന്ന് കൂടി വ്യക്തമാവുന്നുണ്ട്. അത് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട കപ്പലാണ്, പക്ഷേ അറബിക്കടലിൽ വെച്ച് അത് മറിയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വെസൽ MSC Elsa 3 എന്നാണ് അതിന്റെ പേര്. ഇസ് എ കണ്ടെയ്നർ ഷിപ്പ് ബിൽറ്റ് ഇൻ 1997 എന്ന് പറയുന്നു. 97 പണി കഴിപ്പിച്ചതാണെങ്കിൽ 28 വർഷത്തെ പഴക്കമുണ്ട് ആ കണ്ടെയ്നർ ഷിപ്പ് എന്ന് മനസ്സിലാക്കാം. ലൈബീരിയതാണ്, ഫ്ലാഗ് ഓഫ് ലൈബീരിയ, കറന്റ്ലി സെയിലിംഗ് അണ്ടർ ദ ഫ്ലാഗ് ഓഫ് ലൈബീരിയ എന്നുകൂടി വ്യക്തമായി പറയുന്നു ഈ വെസൽ ഫൈൻഡർ. അതിൽ പറയുന്ന വിശദാംശങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിന്റെ സ്പീഡ് ഏറ്റവും ഒടുവിൽ അതിന് വിശദാംശങ്ങൾ ലഭിച്ചപ്പോൾ 11.7 നോട്ട്സ് അതായിരുന്നു. 11.7 നോട്ട്സ് വേഗത്തിലായിരുന്നു അതിന്റെ സഞ്ചാരം. ആ സമയത്താണ് ഏറ്റവും ഒടുവിൽ ഇതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി വെസൽ ഫൈൻഡിൽ ലഭിച്ചത്. പിന്നീട് അത് മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മറിയാനിടയുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്കിനി അറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ റീസെന്റ് പോർട്ട് കോൾസ്, ഏറ്റവും ഒടുവിൽ അത് എവിടെയായിരുന്നു, എവിടെ നിന്നാണ് പുറപ്പെട്ട അത്തരം വിശദാംശങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നു വിഴിഞ്ഞം പോർട്ടിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ അതിന്റെ യാത്ര ഉണ്ടായത്. അത് കൊച്ചിൻ തുറമുഖത്തേക്ക് വരികയായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കിതിന്റെ പൊസിഷനിങ് കൂടി നോക്കാം. അത് നിലവിൽ ഈ അറബിക്കടലിൽ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട്, അതായത് തിരുവനന്തപുരത്തിന് വിഴിഞ്ഞത്തിന് പുറപ്പെടുകയാണെങ്കിൽ, പുറപ്പെട്ടത് കൊച്ചിൻ പോർട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ MSC Elsa 3 എന്ന് പറയുന്ന ഈ കപ്പലിന്റെ, ഈ വെസലിന്റെ പൊസിഷനിങ് കാണിക്കുന്നത്. നിലവിൽ അറബിക്കടൽ തന്നെയാണ് എന്ന് വെസൽ ഫൈൻഡറിൽ കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട് അത് പിന്നീട് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് കൊച്ചിയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു അതിന്റെ സഞ്ചാര ഗതി. പക്ഷേ അത് അറബിക്കടലിൽ വെച്ച് മറിഞ്ഞു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവന്നത്. മറ്റു വിശദാംശങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുമാണ്. ഏതാണ്ട് 11.7 നോട്ട്സ് സ്പീഡിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഏറ്റവും ഒടുവിൽ ഇതിന് വിശദാംശങ്ങൾ ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷഫീദ് തുടരുന്നു. ഷഫീദ്, ഇപ്പോൾ അറിയേണ്ടത് ഈ കപ്പലിൽ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അതിൽ ചിലരൊക്കെ നേരത്തെ രക്ഷപ്പെട്ടു എന്ന വാർത്ത വന്നിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ നേവിയുടെ റെസ്ക്യൂ ടീം പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബോട്ടുകളിലും ഒപ്പം തന്നെ ഹെലികോപ്റ്റർ, ഡോണിയർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചൊക്കെ തന്നെ തിരച്ചിലും അതോടൊപ്പം തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കാനായി പോയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ എന്താണ് ഷഫീദ്? പ്രജിൻ, നമുക്ക് ഇപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്ന വിവരം, നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ കൊച്ചി നേവൽ ബേസ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡ്, അതായത് ICGയുടെ അടക്കം ഹെലികോപ്റ്ററുകൾ ഇതിനോടകം തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നേവൽ ബേസ് വിവരം തേടുകയാണ്. ICG, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള, കൂടുതൽ എക്യുപ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ ഷിപ്പുകൾ, ഹെലികോപ്റ്ററുകൾ അടക്കം അങ്ങോട്ടേക്ക് പോകാനുള്ള നീക്കത്തിലേക്കാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിപ്പ് ലൊക്കേഷനിങ്, അതേപോലെ തന്നെ ഇത് ഏത് കമ്പനി, എന്തായിരുന്നു ഇതിനകത്ത് ഗുഡ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള, നിലവിൽ ഇപ്പോൾ അത് മറൈൻ ഓയിൽ അല്ലെങ്കിൽ ലോ സൾഫർ ഓയിൽ എന്ന വിവരം മാത്രമാണ് നമുക്ക് കൺഫേം ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉടൻ തന്നെ നമുക്കറിയാം. സർക്കാർ ആ രീതിയിൽ, ദുരന്ത നിവാരണ അതോറിറ്റി ആ രീതിയിൽ ചില കൺഫർമേഷനുകൾക്ക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും MSC Elsa 3 വിഴിഞ്ഞത്തെത്തി. വിഴിഞ്ഞത്ത് എന്ന ചരക്കുമായി കപ്പലിൽ കൂടി, അറബിക്കടലിൽ കൂടി യാത്ര ചെയ്യുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. കൂടുതൽ രക്ഷാപ്രവർത്തന ദൌത്യം ആവശ്യമെങ്കിൽ അത് ഉറപ്പിക്കാനുള്ള നിർദ്ദേശം അത് കോസ്റ്റ് ഗാർഡിന് നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കൂടുതൽ എക്യുപ്ഡ് സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ, അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് 38 നോട്ടിക്കൽ മൈൽ അകലെ സൗത്ത് വെസ്റ്റ് ഓഫ് കൊച്ചി എന്നുള്ളത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇതിന്റെ ഒരു ചരിവടക്കമുള്ള കാര്യങ്ങൾ, പൂർണ്ണാർത്ഥത്തിൽ കപ്പൽ ചരിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അതിനകത്ത് വരുത്തണം, അല്ലെങ്കിൽ കൂടുതൽ ലിഫ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. അതിനുകൂടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രജിൻ.
ഒരു കപ്പൽ മറിഞ്ഞാണ് ഈ അപകടം സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ വന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ചില ഹസാഡസ് സബ്സ്റ്റൻസ് ഇതിനകത്ത് ഉണ്ട് എന്ന വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു. അതെന്താണ് എന്ന് കൃത്യമായി ഈ ഘട്ടത്തിലും അറിയാൻ കഴിയുന്നില്ല. സൾഫർ കണ്ടന്റ് ഉള്ള ഓയിലാണ്, മറൈൻ ഓയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്താണ്, അത് എന്തുകൊണ്ടാണ് അത് ഹസാഡസ് ആവുന്നത്, ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്.